ഈ ഇലക്ഷന് മുമ്പ് ഒരു പീഡനക്കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനക്കേസും അതുപോലെ കുറേ അതിജീവിതകളും ഗർഭിണിമാരും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ല ഇതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എവിടെ പോയി? അല്ല അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ആ മൊട്ടാരൂണൊക്കെ കടന്നിട്ട് ഘോരഘോരമായിട്ട് പ്രസംഗിച്ചിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടം പുറത്ത് വിലയാടി നടക്കുന്നു, ചായ കുടിക്കുന്നു, ചോറ് തിന്നുന്നു. എന്താ ഇപ്പം അവൻ പുറത്തിറങ്ങിയിട്ട് രാഹുൽ മാങ്കൂട്ടം ചായ കുടിക്കണോ ചോറ് തിന്നണോ ഇതൊന്നും നിങ്ങൾ കാണണില്ല, കേൾക്കണില്ല, അറിയണില്ലേ? മാധ്യമക്കാരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കണില്ല. എന്താ ഈ അതിജീവിതം ഈ കുഞ്ഞും ഈ രാഹുൽ മാങ്കൂട്ടൊക്കെ എന്താ ഇലക്ഷൻ്റെ കൂടെ തന്നെ ഒളിച്ചിറങ്ങിപ്പോയോ? എന്താ ഇപ്പോൾ ഇതാരും സംസാരിക്കാനും കേൾക്കാനും പറയാനൊന്നും ആൾക്കാരില്ലേ? എന്തേ ആ പെൺകുട്ടികൾക്കൊന്നും നീതി ലഭിക്കണ്ടേ? അവൻ ക്രൂരമായി പീഡിപ്പിച്ചു എന്നൊക്കെ ഘോരഘോരമായിട്ട് പ്രസംഗിച്ചിരുന്ന ആൾക്കാരെന്നല്ലോ. എന്താ ഇപ്പോൾ ഈ മോട്ടാരുണ്ടോന്നും അതൊന്നും കാണാനൊന്നും പറ്റണേ റിപ്പോർട്ടർ ചാനലിൽ. ഈ ഇലക്ഷൻ ടൈമിൽ മാത്രമാണ് ഈ പാർട്ടിക്കാർ ചെയ്ത പീഡനങ്ങളൊക്കെ പീഡനമാവുക. ഇലക്ഷൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പീഡനങ്ങളൊന്നും പീഡനമല്ലാണ്ടായി മാറുമോ? അല്ലെങ്കിൽ സംശയം കൊണ്ട് ചോദിക്കുക. പിന്നെ ഈ മാധ്യമക്കാരുടെ ഗർഭമൊക്കെ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അലസിപ്പോയോ? ആ ഒരു സംശയമുണ്ട്. അവൻ പാടെ ഒന്ന് പറഞ്ഞു തരുമോ?